അപ്പോഴേ സോപ്പ് സ്റ്റുഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുളസിയുടെ സോപ്പാണ്. തുളസി ഉപയോഗിച്ച് എങ്ങനെ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കാന്നുള്ള ഒരു മെത്തേഡാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. തുളസി നമ്മൾ അതിന് വേണ്ടിയിട്ട് തുളസി എടുത്തിട്ട് വേണ്ട, നല്ല ഫ്രഷ് ആയിട്ടുള്ള തുളസി എടുക്കുക. അത് നമ്മൾ മിക്സിയിൽ അരച്ചിട്ടെടുക്കുക. ഓക്കെ, മിക്സിയിൽ കുറച്ച് നമ്മൾ എന്ത് ചേർത്തിട്ട് റോസ് വാട്ടർ ചേർത്തിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ നീര് നമ്മൾ 3 സോപ്പിലേക്കുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ 3 സോപ്പിലേക്ക് ഒരു കിലോ സോപ്പിലേക്ക് നമ്മൾ 50 മില്ലി. അപ്പോൾ 300 ഗ്രാമിലേക്ക് നമുക്ക് ഏകദേശം ഒരു 15 മില്ലി. ഓക്കെ, 15 മില്ലി നമുക്ക് തുളസിയുടെ നീരെടുക്കുക. എന്നിട്ട് അത് നമ്മൾ സോപ്പിലേക്ക് ചേർക്കണം. ഓക്കെ, അപ്പോൾ അതിലൊരു 5 ഗ്രാം നമ്മൾ റോസ് വാട്ടറും ബാക്കി തുളസിയുടെ ഇല ഇട്ടിട്ട് നന്നായി മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ നമ്മുടെ ബേസിൽ ചേർക്കണം, നമ്മുടെ ഗ്ലിസറിൻ ബേസിൽ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഗ്ലിസറിൻ്റെ ബേസ്, സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ ആയിട്ടുള്ള ബേസുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓയിൽ സോപ്പ് ആയാലും ഗ്ലിസറിൻ സോപ്പ് ആയാലും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ. മാക്സിമം എല്ലാവർക്കും ഞാൻ മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു കപ്പിൽ തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാൻ നമ്മൾ സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ബേസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള ബേസാണ്, നല്ല ക്ലിയർ ബേസ് കേട്ടോ. ഉണ്ടാ ഇപ്പോൾ നമ്മുടെ ബേസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ. നല്ല കട്ടിയുള്ള ബേസാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. കേട്ടോ 300 ഗ്രാം കേട്ടോ. 3 സോപ്പിലേക്കുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മെൽറ്റാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ല എല്ലാവരും? ഇതിനി മെൽറ്റാവട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ നമ്മുടെ സോപ്പ് ബേസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്ലിയർ ബേസാണ്. ഇനി നമ്മളായിരിക്കും നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോൾ നമുക്ക് അളവെക്കാൻ സാധനങ്ങളില്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങൾ മേടിക്കുന്ന കടയിൽ പോയി നമുക്ക് ഇങ്ങനത്തെ ഒരു മെഷർമെൻറ്റിൻ്റെ ഇത് കിട്ടും. അത് വെച്ചിട്ട് നമ്മളൊരു 15 മില്ലി കേട്ടോ. 15 മില്ലി എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂണാണ് 15 മില്ലി. ഓക്കെ, നമ്മളിരിക്കാണ്ട് ചേർക്കാം. നമ്മളൊരു റോസ് വാട്ടറും ചേർത്തിട്ടുണ്ട്, ഇപ്പോൾ തുളസിയുടെ നീരും ചേർത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അപ്പോൾ ഒരു ഇളം പച്ച കളറായിട്ട്, ഇത് കറുത്ത പച്ച, കരിമ്പച്ച എന്ന് പറയും ആ കളർ. തുളസിയുടെ നീര് നമുക്ക് എടുക്കുമ്പോൾ അറിയാമല്ലോ ഏകദേശം ആ കളറിന് വരാം. ഇനി നമുക്കായിരിക്കും എന്നിട്ട് വേണ്ടേ വൈറ്റമിൻ ഇ വേണം. വൈറ്റമിൻ ഇ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൈറ്റമിൻ ഇ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് നമുക്കിടാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ വൈറ്റമിൻ ഇ സിറം, ആ സാധനം ചേർക്കാട്ടെ. അതിൽ കുറച്ച് ചേർത്താൽ മതി. വേണ്ട, ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് സ്മെല്ലാണ്. അല്ലേ, അങ്ങനത്തെ ഒരു അളവ് മെഷർമെൻറ്റ് നോക്കണ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഏകദേശം എനിക്ക് 6 മില്ലി വേണ്ടു. ഇപ്പോൾ ഇതിലൊരു ടീസ്പൂൺ ഒഴിക്കുക. ഇത് 5 മില്ലിയിലെ ടീസ്പൂണാണ്. കണ്ട, ഇതിൽ ലേശം കൂടി കണ്ട, കറക്റ്റ് അളവ് കിട്ടും നമുക്ക്. ഒരു കൂടി കുറഞ്ഞൊന്നും പറയണ്ട. നമ്മൾ ഇതേപോലത്തെ ഒരു മെഷർമെൻറ്റ് ആൾക്കാർ ഇത് മേടിച്ചാൽ, ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതേ വേണ്ടു. വലുതായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ്, വലിയ ബിസിനസ്സായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് നമുക്ക് വേണ്ടത് വലിയ മെഷർമെൻറ്റുകൾ വേണ്ടു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ബീക്കറുകൾ മേടിച്ചാൽ മതി. അപ്പോൾ ഇത് 100, 200, 300, 400 ഒക്കെ ഇത് അടയപ്പെടുത്തിൻ്റെ കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് വയ്ക്കുക. നമ്മുടെ മോൾഡൊക്കെ നമ്മുടെ അടുത്ത് കൊണ്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുക കേട്ടോ. നമ്മളൊരു കളറൊന്നും ചേർക്കണില്ല കേട്ടോ. കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ തുളസിയുടെ സോപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് ഇനി നമ്മളൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തുളസിയുടെ സോപ്പൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാം. കണ്ട, നല്ല കട്ടിയുള്ള സോപ്പ് കേട്ടോ. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ നല്ല കട്ടിയാവും നമ്മുടെ ബേസൊക്കെ. കണ്ട, നല്ല കട്ടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. എന്നിട്ട് ബേസ് വാങ്ങണവരൊക്കെ നല്ല ബേസ് വാങ്ങുക. സോപ്പ് ഉണ്ടാക്കുക വീട്ടമ്മമാർക്കും അതുപോലെ വീട്ടിൽ ജോലിയുള്ള ആൾക്കാർക്കൊക്കെ 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് സോപ്പ്, നമ്മുടെ വീട്ടിലേക്കുള്ള സോപ്പുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ തുളസിയുടെ സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഇനി സംശയമൊന്നുമില്ല. കുറേ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോരം പറഞ്ഞു തന്നെ. അപ്പോൾ
എല്ലാവരും അത് കേട്ടിട്ട് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ തുളസിയില ആകുമ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ചേർന്നത് മനസ്സിലായില്ലേ? തുളസിയില ഇല അരച്ചു അതിൽ നമ്മൾ റോസ് വാട്ടർ ചേർത്തു. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അംശം നമ്മൾ ടച്ച് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സോപ്പ് കുറേ നാൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ജ്യൂസ് ചേർത്താൽ ഒരു 5-6 മാസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. നമ്മൾ എത്ര നാളാകുമ്പോഴേക്കൊക്കെ യൂസ് ചെയ്യില്ല, പിന്നെ ഇതിൽ പേടിക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബേസ്, നല്ല ബേസ്, അതുപോലെ കളറ്, ഫ്രാഗ്രൻസ്, മോൾഡുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസും സാധനങ്ങളൊക്കെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ.